നമസ്തേ. തഹാവൂർ റാണി എന്ന കൊടും ഭീകരന് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിനിടെയും റാണയ്ക്ക് വേണ്ടി വാദിക്കാൻ എത്തിയിരിക്കുകയാണ് കുറെ മരപ്പൊട്ടന്മാർ. ഇവന്മാരെ പോലെയുള്ള കുറെ അവന്മാർ കാരണമാണ് ഇതുപോലത്തെയുള്ള റാണമാർ പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നിനെയും പറ്റിയല്ല, തലച്ചോറിന് പകരം തലയിൽ ചകിരിച്ചോർ കൊണ്ട് നടക്കുന്ന കോൺഗ്രസിലെ വാഴകളെ പറ്റിയാണ്. റാണയ്ക്ക് പറയാനുള്ളത് കേന്ദ്ര സർക്കാരും കോടതിയും കേൾക്കണമെന്നാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പൃഥ്വിരാജ് ചവാൻ പറയുന്നത്. അവിടം കൊണ്ട് നിർത്തിയില്ല മഹാൻ. തഹാവൂർ ഹുസൈൻ റാണിയോട് അനുഭവം പ്രകടിപ്പിച്ച പൃഥ്വിരാജ് ചവാൻ കസബിനെ പോലെ തഹാവൂർ ഹുസൈൻ റാണിക്കും തന്റെ വാദങ്ങൾ പറയാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അയ്യോ, ഞങ്ങളുടെ റാണിയെ ദ്രോഹിക്കരുതേ, ഇത്രയും പഞ്ചഭാവമായ റാണിയെ പൂവിട്ട് പൂജിച്ച് പ്രതിഷ്ഠിക്കണം എന്ന് പറയാത്തത് തന്നെ ഭാഗ്യം. പൃഥ്വിരാജ് ചവാൻ ഇക്കണക്കിന് പോയാൽ വൈകാതെ നാട്ടുകാരുടെ തല്ലുകൊണ്ട് ചാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. പൃഥ്വിരാജ് ചവാൻ ഭായിയുടെ ന്യായീകരണം ഇങ്ങനെയാണ്: മുംബൈ ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാർ തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമാണ്. 2009 മുംബൈ പോലീസ് അവരുടെ പേരുകൾ കൈമാറാൻ നിർദ്ദേശിച്ചു. അതിനുശേഷം അന്വേഷണം നടത്തി. ഞങ്ങളുടെ അഭിഭാഷകരും അമേരിക്കയിലേക്ക് പോയി. പക്ഷേ തഹാവൂർ റാണ കുറ്റം സമ്മതിച്ചില്ല. അതേസമയം ഹെഡ്ലി കുറ്റം സമ്മതിച്ചു. എങ്കിലും അജ്മൽ കസബിനെ പോലെ റാണയ്ക്കും വിചാരണയിൽ തന്റെ ഭാഗം അവതരിപ്പിക്കാനുള്ള പൂർണ്ണ അവകാശം നൽകണം. അങ്ങനെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഇന്ത്യയിൽ നിയമവാഴ്ച ഉണ്ടോ എന്നറിയാൻ ലോകം ഈ വിചാരണയെ ഉറ്റുനോക്കുമെന്നാണ് നമ്മുടെ ചവാൻ ഭായ് പറഞ്ഞത്. അതേസമയം കോൺഗ്രസിന്റെ ഈ പ്രതികരണത്തിനെതിരെ BJP രംഗത്തെത്തി. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും തീവ്രവാദികളോടൊപ്പമാണോ നിൽക്കുന്നതെന്ന് അനുരാഗ് താക്കൂർ ചോദിച്ചു. അത് സത്യമാണ് താനും. കാരണം കേന്ദ്രത്തിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UPA സർക്കാർ ഭരിക്കുമ്പോഴാണ് മുംബൈ ഭീകരാക്രമണം നടന്നത്. രഹസ്യാന്വേഷണ വിവരങ്ങളെ അവഗണിച്ചതാണ് ആക്രമണത്തിന് വഴിവെച്ചത്. ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണി രാജിവെക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും കോൺഗ്രസ് നിരസിക്കുകയായിരുന്നു. ആക്രമണ സമയത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ശിവരാജ് പട്ടേൽ മാറി മാറി വസ്ത്രം ധരിച്ച് സംഭവ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ടത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. ഭീകര ആക്രമണത്തോടുള്ള കോൺഗ്രസ് ഭരണകൂടത്തിന്റെ അലസതയ്ക്ക് തെളിവായിരുന്നു ഇത്. അതേസമയം അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി സംഭവ സ്ഥലത്തെത്തി ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയിരുന്നു. മനുഷ്യ കശാപ്പുകാരനായ അജ്മൽ കസബിനെ തൂക്കിയിലിറ്റുന്നതിനെതിരെ ചില ഇസ്ലാമിക മതമൗലികവാദികളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് കോൺഗ്രസ് അന്ന് കൈക്കൊണ്ടത്. ഇന്നും അതേ നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖം പുറത്തു വന്നിരിക്കുന്നുവെന്നാണ് BJP ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ എഴുതിയത്. എല്ലാ തീവ്രവാദികളെയും കോടതിയിലിരുത്തി ചായ കൊടുക്കുക എന്ന കോൺഗ്രസിന്റെ നയമാണ് പൃഥ്വിരാജ് ചവാൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തഹാവൂർ റാണിയെ ഇന്ത്യക്ക് കൈമാറിയത് ഒരു വലിയ നേട്ടം തന്നെയാണെന്ന് ഉത്തർപ്രദേശ് മന്ത്രി അസിം അരുൺ അറിയിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയ്ക്ക് നരേന്ദ്രമോദി നടത്തിയ ഇടപെടലുകളാണ് റാണിയുടെ കൈമാറ്റം വേഗത്തിലാക്കിയത്. തന്നെ വിട്ടുകൊടുക്കരുതെന്ന റാണിയുടെ ആവശ്യം നിരസിക്കപ്പെട്ടെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ കൈമാറ്റം പിന്നെയും നീണ്ടുപോകാമായിരുന്നു. എന്നാൽ ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി മോദി നടത്തിയ US സന്ദർശനത്തിൽ റാണയെ ഭാരതത്തിന് കൈമാറുമെന്ന് പ്രസിഡന്റ് ട്രംപ് പ്രഖ്യാപിക്കുകയും ഇതിനെ തുടർന്നാണ് നടപടികൾ പൂർത്തിയാക്കി ഭീകരനെ ഭാരതത്തിൽ എത്തിക്കാനും സാധിച്ചത്. മുംബൈ ഭീകരാക്രമണം സംബന്ധിച്ച നിരവധി രഹസ്യങ്ങൾ ഇനിയും വെളിപ്പെടാനുണ്ട്. തഹാവൂർ റാണിയിൽ നിന്ന് അത് ലഭിക്കുമെന്നാണ് അന്വേഷണ ഏജൻസികൾ കരുതുന്നത്. ആക്രമണത്തിന് മുമ്പ് റാണ പല പ്രാവശ്യം കൊച്ചി സന്ദർശിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയായിരുന്നുവെന്നും ആരെയൊക്കെയാണ് അയാൾ കണ്ടതെന്നും അറിയേണ്ടതുണ്ട്. ഇസ്ലാമിക ഭീകരവാദവുമായുള്ള കേരളത്തിന്റെ ബന്ധം ഇതിലൂടെ മനസ്സിലാക്കാനാകും. എന്തൊക്കെയായാലും അജ്മൽ കസബിന് വേണ്ടി പ്രാർത്ഥിച്ചവർ ഇപ്പോൾ തഹാവൂർ റാണിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്.